എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് ഇവിടെ അയർലൻഡിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നിർത്തിവെച്ചത് മാറ്റി അതേ തുടർന്ന് റിക്രൂട്ട്മെന്റ് വീണ്ടും പുനരാരംഭിക്കുകയും ഗവൺമെന്റിന്റെ പുതിയ നിയമമാറ്റങ്ങളും അതുപോലുള്ള അപ്ഡേറ്റ്സും എല്ലാം നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. ഈ വീഡിയോസ് ഒക്കെ കണ്ട ആളുകളെല്ലാം നമുക്ക് പല കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ക്വയറീസും കമന്റും ഒക്കെ അതിന്റെ താഴെ പോസ്റ്റ് ചെയ്തിരുന്നു. നമ്മളെ പേഴ്സണലി കോൺടാക്ട് ചെയ്ത ആൾക്കാരുണ്ട്, യൂട്യൂബിൽ കമന്റ് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലരുടെയും കൺസേൺ, അവർ കുറേ നാളായിട്ട് അവസരങ്ങൾ കാത്തിരിക്കുന്നു, പലരുടെയും DL എക്സ്പയർ ആകാറായി, നല്ല റിക്രൂട്ടേഴ്സിനെ കിട്ടുന്നില്ല, എംപ്ലോയറെ കിട്ടുന്നില്ല. ഇതിനു മുന്നേ നല്ല വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ചിലർക്ക് വർക്ക് എക്സ്പീരിയൻസിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ട്, കുറച്ച് നാളായിട്ട് വർക്ക് ചെയ്യാത്ത ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല പല കൺസേൺസ് ഉള്ള ആളുകളാണ് നമുക്ക് കൂടുതലായിട്ടും കമന്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇതുപോലുള്ള സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു വന്നത്. നമുക്കൊരു കാര്യവും ഈസി അല്ലായിരുന്നു. സ്ട്രഗിളൊക്കെ ചെയ്താണ് നമ്മളും അയർലൻഡിൽ എത്തിയത്. പലരും IELTS പഠിക്കുന്നു, നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നല്ലൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു, ഇവിടുത്തെ NMBAയുടെ രജിസ്ട്രേഷൻ എടുക്കുന്നു, ഡിസിഷൻ ലെറ്റർ കിട്ടുന്നു. ഇതിൻ്റെയൊക്കെ പിറകിൽ വളരെ കഠിനാധ്വാനമുണ്ട്. അതിനെല്ലാം നമ്മൾ മെനക്കെട്ട് നടന്നിട്ട് അവസാനം നമുക്ക് നല്ലൊരു അവസരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആണ്. ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലർക്കും ഇന്റർവ്യൂ കിട്ടാത്തതും അതുപോലെ അവരുടെ ബയോഡാറ്റ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാത്തതിന്റെ ഒരു പ്രധാന കാരണമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇവിടുത്തെ റിക്രൂട്ട്മെന്റിന്റെ ക്രൈറ്റീരിയാസ് ഒക്കെ അവർ സ്ലൈറ്റ്ലി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ആ ക്രൈറ്റീരിയാസിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എംപ്ലോയേഴ്സ് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഓരോ റിക്രൂട്ടേഴ്സിനോടും. പുതിയതായിട്ട് വരുന്ന കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്ന സെലക്ഷൻ ക്രൈറ്റീരിയ ഇന്നതൊക്കെയാണെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരുപക്ഷെ പഴയ അഡ്വർടൈസ്മെന്റിൽ അവർ കൊടുത്തിരുന്ന ഇൻഫർമേഷന്റെ ബേസിലാണ് നിങ്ങൾ ഇന്റർവ്യൂവിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ CV ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാനും ഇന്റർവ്യൂവിന് വേണ്ടി വിളിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് വന്ന മാറ്റങ്ങൾ എന്താണെന്ന് പറയുന്നതിന് മുന്നേ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ എന്താണെന്ന് ഞാൻ പറയാം. പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 200 250 ബെഡഡ് ഹോസ്പിറ്റൽ, അത് NABH അക്രഡിറ്റഡ് ആയിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ JCI അക്രഡിറ്റഡ് ആയിരിക്കണം, ഇല്ലെങ്കിൽ അതുപോലെ നല്ല വെൽ റെപ്യൂട്ടേഷൻ ഉള്ള ഒരു ഹോസ്പിറ്റൽ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിനിമം ഒരു 2 വർഷമെങ്കിലും ഏതെങ്കിലും ഒരു സ്പെഷ്യാലിറ്റിയിലോ യൂണിറ്റിലോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലേക്കുള്ള ഇന്റർവ്യൂവിൽ നിങ്ങളുടെ CV ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നു. എന്നാൽ പുതിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇപ്പോൾ ഏകദേശം 1 വർഷ കാലത്തോളമായിട്ട് റിക്രൂട്ട്മെന്റ് എല്ലാം ഫ്രീസ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതലായിട്ടും ഗവൺമെന്റ് റിക്രൂട്ട് ചെയ്യാനായിട്ട് അനുമതി കൊടുത്തിരിക്കുന്നത് സ്റ്റുഡന്റ് നഴ്സസ്, അതായത് അയർലൻഡിൽ പഠിച്ചിറങ്ങിയ ഫ്രഷ് ആയിട്ടുള്ള നഴ്സുമാർക്ക് അവസരം കിട്ടത്തക്ക രീതിയിൽ പുതിയ ഫ്രഷ് ആയിട്ടുള്ള സ്റ്റുഡന്റ് നഴ്സസ് പഠിച്ചിറങ്ങിയവരെയാണ് കൂടുതലായിട്ടും റിക്രൂട്ട് ചെയ്യാനായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ആളുകളെ ട്രെയിനിങ് കൊടുത്ത് അവർക്ക് വേണ്ട ഒരു എക്സ്പീരിയൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് വളരെ പെടാപ്പാട് പെടേണ്ടി വരും. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ റിക്രൂട്ട്മെന്റ് കുറെ കാലം നടക്കാത്തത് കൊണ്ട് തന്നെ സ്റ്റാഫ് ഷോർട്ടേജ് വളരെയധികം നേരിടുന്ന പല ഡിപ്പാർട്ട്മെന്റുകളും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് റിക്രൂട്ട് ചെയ്യുമ്പോൾ അവർക്ക് നല്ല വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ വേണം. അതുപോലെ പ്രൂവൺ ആയിട്ടുള്ള എക്സ്പീരിയൻസും വർക്ക് ബാക്ക്ഗ്രൗണ്ടും കാൻഡിഡേറ്റ്സിന് ഉണ്ടായിരിക്കണം എന്നുള്ളത് അവർക്ക് നിർബന്ധമാണ്. അപ്പോൾ മെയിനായിട്ട് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് നമുക്ക് 2 വർഷമെങ്കിലും മിനിമം എക്സ്പീരിയൻസ് മതിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതൊരു 4 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ആക്കിയിട്ടുണ്ട്. അതായത് മിനിമം 4 years എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്പെഷ്യാലിറ്റിയിൽ അല്ലെങ്കിൽ വർക്ക് ഏരിയയിൽ. അതുകൂടാതെ വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പല ഹോസ്പിറ്റലുകളുണ്ട്. ചിലർക്ക് JCI അല്ലാന്നുണ്ടെങ്കിൽ NABH അക്രഡിറ്റേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല പണ്ട് കാലത്ത്. അപ്പോൾ അത്തരത്തിലുള്ള ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്തിരുന്നുവെങ്കിലും ഇപ്പോൾ അവർ മെയിനായിട്ട് നോക്കുന്നത് JCI അല്ലെങ്കിൽ NABH അക്രഡിറ്റേഷനുള്ള 250 ബെഡേലും കപ്പാസിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലിലായിരിക്കണം നിങ്ങളുടെ ഈ പറയുന്ന 4 വർഷത്തെ എക്സ്പീരിയൻസ്. അപ്പോൾ ഈ ക്രൈറ്റീരിയാസ് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ബയോഡാറ്റ അല്ലെങ്കിൽ CV ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാതെ പോയേക്കാം. അതോടൊപ്പം തന്നെ വർക്ക് എക്സ്പീരിയൻസിൽ ഗ്യാപ്പ് ഒക്കെ വന്നിരിക്കുന്ന ആളുകൾ നിങ്ങളൊട്ടും വിഷമിക്കണ്ട. ഈ പറയുന്ന ക്രൈറ്റീരിയ മീറ്റ് ചെയ്യത്തക്ക വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും 250 ബെഡ് കപ്പാസിറ്റി ഉള്ള ഒരു NABH അല്ലെങ്കിൽ JCI അക്രഡിറ്റഡ് ഹോസ്പിറ്റലിൽ കുറച്ച് നാൾ കയറി പ്രാക്ടീസ് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുവെന്ന് പ്രൂവ് ചെയ്യുക. അതിൻ്റെ വെരിഫിക്കേഷനും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങളിപ്പോൾ വർക്കിംഗ് ആണ്, ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ വീണ്ടും വർക്ക് ചെയ്യാൻ ആരംഭിച്ചു എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് അവർ കണക്കിലെടുക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്റർവ്യൂവിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയും കൂടും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് കരിയറിൽ ഒരു ബ്രേക്ക് എടുത്തു അല്ലെങ്കിൽ കുറച്ച് നാൾ നമ്മൾ ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കരിയർ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ കരിയർ ബ്രേക്ക് എടുത്തിട്ട് നമ്മുടെ എംപ്ലോയർ എടുത്ത് താൽക്കാലികമായിട്ട് 2 വർഷത്തേക്കോ 4 വർഷത്തേക്കൊക്കെ ലോകം ചുറ്റാനും ടൂർ പോകാനും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ആയിട്ട് ആളുകൾ അവരുടെ സമയം എടുക്കാറുണ്ട്. നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ കാണിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കരിയർ ബ്രേക്ക് അതൊരു പ്രശ്നമേ അല്ല. നിങ്ങൾ 1 വർഷമാവട്ടെ 2 വർഷമാവട്ടെ 4 വർഷമാവട്ടെ ജോലി ചെയ്യുന്നില്ല എങ്കിലും നിങ്ങൾക്ക് വീണ്ടും ഒരിടത്ത് ഒരു നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറിയിട്ട് ആ കരിയർ ബ്രേക്കിന് ഒരു വാലിഡ് റീസൺ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ NMBAയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സിനാണെന്നുണ്ടെങ്കിലും അതുപോലെ എംപ്ലോയറുടെ അടുത്ത് ജോലിക്ക് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവർ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു നമ്പർ ഓഫ് ആപ്ലിക്കൻസിനെ മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. ഏറ്റവും ബെസ്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്ന ആളുകളെ മാത്രമേ ഈ ഒരു സാഹചര്യത്തിൽ അവർ എടുക്കത്തുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾക്ക് 10 വർഷത്തെയോ 15 വർഷത്തെയോ എക്സ്പീരിയൻസ് ഉണ്ടാവാം.
പക്ഷേ ഇന്റർവ്യൂവിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളുടെ എംപ്ലോയറെ ഏൽപ്പിക്കുന്ന ജോലി ഭംഗിയായിട്ട് ചെയ്യുമെന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിന് യാതൊരു വാല്യൂ ഇല്ലാതായി പോകും. അപ്പോൾ അവർ പറയുന്ന മിനിമം ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇന്റർവ്യൂവിൽ നന്നായിട്ട് പെർഫോം ചെയ്യാനും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നിയേക്കാം, ഇത്രയൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എന്നാൽ നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് നോക്കിയാൽ പോരെയെന്ന്. പ്രൈവറ്റ് ഹോസ്പിറ്റലുകാരും ഇപ്പം മിനിമം 3 to 4 years ഒക്കെ എക്സ്പീരിയൻസ് നോക്കുന്നുണ്ട്. അതിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ അവർ എടുക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. കൂടുതലും ഇപ്പോൾ അവർ പ്രിഫർ ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ട് യൂറോപ്പിലേക്കൊക്കെ വരാനായിട്ട് ആഗ്രഹിക്കുന്ന അത്തരത്തിലുള്ള ആളുകളെയൊക്കെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. കാരണം അവർക്ക് ഒരു മൾട്ടി കൾച്ചറൽ ഇന്റർനാഷണൽ ലെവലിൽ ജോലി ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അവർ പെട്ടെന്ന് നമ്മുടെ പുതിയ സാഹചര്യങ്ങളുമായിട്ടും വർക്ക് പ്ലേസുമായിട്ടും ഇൻ്റഗ്രേറ്റഡ് ആവുകയും അതുപോലെ അവരുടെ ഓറിയൻറ്റേഷൻ കുറച്ചുകൂടെ ക്വിക്കായിട്ട് കംപ്ലീറ്റ് ചെയ്യാനും എംപ്ലോയർക്ക് സാധിക്കും. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള നേഴ്സസ് ആരും മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ഞങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്ന് നേരിട്ട് വന്ന ആളുകൾ തന്നെയാണ്. ഞാൻ മിഡിൽ ഈസ്റ്റിൽ പോയി വർക്ക് ചെയ്തിട്ടൊന്നും അല്ല ഇവിടെ അയർലൻഡിൽ എത്തിയത്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലൊരു ടൈറ്റ് കോമ്പറ്റീഷനാണ് ഇപ്പോൾ നേരിടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, മാക്സിമം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, നല്ല രീതിയിൽ പെർഫോം ചെയ്യുക, നല്ല വെൽ പ്രിപ്പയർഡ് ആയിട്ട് നിങ്ങളെ തന്നെ ഇൻ്റർവ്യൂ ബോർഡിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക. നേരിട്ടുള്ള ഇൻ്റർവ്യൂ ആണെന്നുണ്ടെങ്കിലും അതുപോലെ സൂം അല്ലെങ്കിൽ സ്കൈപ്പ് ഇൻ്റർവ്യൂ ആണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കി നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് മാത്രം അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. ഇതിനോടൊപ്പം തന്നെ നമ്മളോട് വളരെയേറെ പേര് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്, നേഴ്സിംഗ് ഹോമിലേക്ക് എക്സ്പീരിയൻസ് കുറവാണെന്നുണ്ടെങ്കിൽ റിക്രൂട്ട് ചെയ്യുമോ എന്നുള്ളത്. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കുറവാണ് എന്നോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. നേഴ്സിംഗ് ഹോമുകളിലാണെന്നുണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ പല ക്രൈറ്റീരിയാസും കാണും. എങ്കിലും നേഴ്സിംഗ് ഹോമിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു കുറഞ്ഞ സാലറിയിൽ നമുക്ക് റിക്രൂട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. HSCയിലേക്കും അതുപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്കും റിക്രൂട്ട് ചെയ്യുന്ന എല്ലാ റിക്രൂട്ടേഴ്സും നേഴ്സിംഗ് ഹോമുകളിലേക്കും റിക്രൂട്ട് ചെയ്യാറുണ്ട്. എന്നാൽ അവിടുത്തെ വേക്കൻസീസ് വളരെ പരിമിതമായതുകൊണ്ടാണ് മറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന അത്രയും ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ അനൗൺസ്മെൻ്റ് ഒന്നും നിങ്ങൾ കാണാത്തതും ശ്രദ്ധിക്കപ്പെടാത്തതും. ഇവിടുത്തെ ഐറിഷ് റിക്രൂട്ടേഴ്സോ അല്ലെങ്കിൽ അയർലൻഡിലുള്ള നേഴ്സിംഗ് ഹോമിൻ്റെ ലിസ്റ്റൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും. അങ്ങനെ ഇവിടെയുള്ള എംപ്ലോയേഴ്സിൻ്റെ ഒക്കെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഐറിഷ് ജോബ് സൈറ്റ് വഴിയോ ലിങ്ക്ഡിൻ വഴിയോ ഒക്കെ നിങ്ങൾക്ക് റിക്രൂട്ടേഴ്സിനെയോ എംപ്ലോയറെയൊക്കെയോ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഏതൊക്കെ റിക്രൂട്ടേഴ്സാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് റിക്രൂട്ട് ചെയ്യുന്നത്, ആരൊക്കെയാണ് ഫ്രീ റിക്രൂട്ട്മെൻറ്റ് റൺ ചെയ്യുന്നത്, ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ റിലയബിൾ ആയിട്ട് കൂടുതൽ കാൻഡിഡേറ്റ്സിനെ പ്ലേസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ അയർലൻഡിൽ നല്ലൊരു ജോലി കണ്ടുപിടിക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ ഇതിനു മുന്നേ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഇന്ന് നിങ്ങൾ റെഫർ ചെയ്യുക, അത് കാണുക. അത് മുഴുവൻ കണ്ടതിന് ശേഷം അതിനകത്ത് ഇൻഫർമേഷനൊക്കെ നിങ്ങൾ കളക്ട് ചെയ്ത് നല്ല രീതിയിൽ നല്ലൊരു എംപ്ലോയറൊക്കെ കണ്ടെത്തി ഇവിടെ അയർലൻഡിൽ വന്ന് നിങ്ങൾ സെറ്റിൽ ആവുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നിലവിൽ 4 വർഷമെങ്കിലും മിനിമം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഏതെങ്കിലും ഒരു വർക്ക് ഏരിയയിൽ അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റിയിൽ. അതുപോലെ തന്നെ 250 എങ്കിലും മിനിമം ബെഡ് കപ്പാസിറ്റി ഉള്ള ഒരു NABH അല്ലെങ്കിൽ JCI അക്രഡിറ്റഡ് ഹോസ്പിറ്റലിലായിരിക്കണം നിങ്ങൾ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ നിലവിലുള്ള ക്രൈറ്റീരിയാസ് വന്നിരിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓരോ അഡ്വർടൈസ്മെന്റ് കെയർഫുൾ ആയിട്ട് വായിച്ച് നോക്കിയിട്ട് മാത്രം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. നിങ്ങൾ റോങ് ആയിട്ടുള്ള ഒരു ജോലിയിൽ ലാൻഡ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. എംപ്ലോയർ നിങ്ങളുടെ കോമ്പീറ്റൻസി അസസ്മെന്റ് ഫെയിലാക്കി ഇവിടുന്ന് പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് തിരഞ്ഞെടുക്കുക. അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.